മഹാനാകുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇറാഖിലാണ് അന്ത്യവിശ്രമം ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് പലപ്പോഴും പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ പോയി സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വർഷം ഇനി നവംബറിലും പോവാൻ അള്ളാഹു പോകാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഇറാഖിലെ ബഗ്ദാദിലാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഖ്ബറയുള്ളത്. മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ചൊന്നും പിന്നെ പറയണ്ടല്ലോ, അവരാരാണെന്ന് പറയേണ്ട കാര്യമില്ല. അവരുടെ പരമ്പര തന്നെ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളുടെ പരമ്പരയിലാണ്. വാപ്പാടെ പരമ്പര നേരെ പോകുന്നത് വാപ്പ അങ്ങനെ പോവുക ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്, ഫാത്തിമ ബിയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക്. ഉമ്മാടെ പരമ്പര നേരെ പോകുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. വേറെന്താ പറയാ, 33 വർഷമാണ് ഇൽമു പഠിച്ചത്. صرتوا في العسير أوحاد العلماء 33 വർഷമാണ് ഇൽമു പഠിച്ചത്. നമ്മൾ 33 സുബ്ഹാനല്ലാഹ് എല്ലാം ഒരു മടിയാ ഇവിടെ നമസ്കാരം കഴിഞ്ഞു. 33 കൊല്ലം ഇൽമു പഠിച്ചു. വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ ഞാൻ മുങ്ങിക്കുളിച്ചു, എല്ലാ ഫന്നും പഠിച്ചെടുത്തു. അതുകൊണ്ടാണ് ഔലിയാക്കളുടെ നേതൃത്വം. അല്ലാതെ പച്ചക്കുപ്പായം ധരിച്ചിട്ടോ ഒരു സുപ്രഭാതി കയറിയിരിക്കുന്ന ഷെയ്ഖായിട്ട് നിങ്ങൾ ഒരിക്കലും മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാണരുത്. അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. 18-ാമത്തെ വയസ്സിൽ ഇൽമ തേടിപ്പോയി 33 കൊല്ലം ഇൽമ പഠിച്ചു. ബഹുമാനപ്പെട്ടവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ വയസ്സ് 51. പിന്നെയാണ് വിവാഹം കഴിക്കുന്നത്. ചരിത്രം പഠിക്കണം. 51 വയസ്സ് വരെ പഠിക്കരുത്. അള്ളാഹു എടുത്ത ദറജ ഉയർത്തട്ടെ. 51 മുതൽ പിന്നീടുള്ള 40 കൊല്ലം ദറസെടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ 40 കൊല്ലം ദറസ്. 91-ാമത്തെ വയസ്സിലാണ് വഫാത്ത്. ആരുടെ? അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ പരമ്പരയിലുള്ളതാകുന്ന ശൈഖാണ് ജുനൈദുൽ ബഗ്ദാദി. അവരും അടങ്ങിയിരിക്കുന്നത് ബഗ്ദാദിൽ തന്നെയാണ്. അവരുടെ ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഖ്ബറയുടെ നേരെ ചേർന്ന് തൊട്ടുരുമിയിട്ട് മഖ്ബറയുണ്ട്. സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഉസ്താദ് ശിഷ്യനും ഒരുമിച്ച് കിടക്കുന്നത്. സരിയു സഖത്ത് റളിയല്ലാഹു അൻഹുയും ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഖ്ബറ ഒരു സ്ഥലത്ത് തന്നെയാണ്, അടുപ്പിച്ചടുപ്പിച്ച്. അവരുടെയും ശൈഖാണ് മഹാനാകുന്ന മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. ഹിജ്റ 200-ലൊക്കെ ജീവിച്ച മഹാനാണ്. പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും മഹത്തുക്കളായ ആളുകൾ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഹയ്യ ലിഖറാഅത്തി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ വജമഅ ഇഖ്വാനൻ وأوقد سراجا ولبس جديدا وتعطر وتجملا وتبخر تعظيما لمولد النبي صلى الله عليه وسلم حشره الله مع الفرقة الأولى وكان في أعلى عليين. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ സദസ്സ് ഒരുക്കിക്കൊണ്ട് ജനങ്ങളെ സത്യവിശ്വാസികളെ സദസ്സിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും നല്ല ഭക്ഷണം വെക്കുകയും നല്ല പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് അത്തർ പൂശി നല്ലതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചുകൊണ്ട് മനോഹരമാകുന്ന മജ്‌ലിസ് സംഘടിപ്പിക്കുകയും ചെയ്താൽ അവൻ ഉന്നതമായ സ്ഥാനത്തിനാണുള്ളത്. അമ്പിയാക്കളോടൊപ്പമാണ്, ഔലിയാക്കളോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ്, സാലിഹീങ്ങളോടൊപ്പമാണ്. ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാൻ അത് ഹേതുവാണ്. എന്തൊക്കെയാണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിച്ചു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
മഹാനാകുന്ന ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഉഹദ് മലയോളം സമാനമായിട്ട് സ്വർണ്ണമല അല്ലാഹു നൽകുകയും സ്വർണം നൽകുകയും അത് മുഴുവനും റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ സദസ്സിന് വേണ്ടി ചെലവഴിക്കാൻ കിട്ടുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ മറ്റൊരു ആഗ്രഹമില്ല. എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം അന്ത്യവിശ്രമം ചെയ്യുന്നത് ഇറാഖിലാണ്, ബസ്രയിലാണ്. എന്താ മഖ്ബറ! അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഹസൻ ബസ്രി ഇമാമിന്റെ വാപ്പ യസാർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അതുപോലെ തന്നെ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയുടെ ഖദ്ദാമയാണ്, അടിമയായി. പറഞ്ഞ നബിതങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബിബിയുടെ അടിമയായിരുന്നു. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഉമ്മ വീട്ടു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിമസ്ത്രീ. അപ്പൊ ഇടയ്ക്ക് ഒരു ജോലിക്ക് വേണ്ടി ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിടുമ്പോ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയും. ഏതായാലും ഈ പറയുന്നതാകുന്ന കഥാപുരുഷൻ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ തൊട്ടിലിൽ എടുത്തിട്ട് വാരി പുണർന്ന് മുലപ്പാല് കൊടുക്കുമായിരുന്നു. ചരിത്രമാണ്. നബി തങ്ങളുടെ ഭാര്യയുടേതാകുന്ന മുലപ്പാല് കുടിക്കാൻ അവസരം അല്ലാഹു കൊടുത്തിട്ടുള്ളതാകുന്ന സയ്യിദു താബിഈൻ, ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കളിൽ പ്രമുഖനാകുന്ന ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. താബിഈങ്ങളിൽ പ്രമുഖനായ വ്യക്തിയാണ്. ആ ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം, എന്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടാകിൽ അത് മുഴുവനും എന്തിനു വേണ്ടി ചെലവഴിക്കും? റസൂലുള്ളാഹിന്റെ മൗലിദ് ചെല്ലാൻ വേണ്ടി ഞാൻ ചെലവഴിക്കും. ഇതിനേക്കാൾ വലിയ തെളിവെന്ത് വേണം സഹോദരങ്ങൾ? അല്ലാഹു നമ്മുടെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ചെയ്തോളെ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇതിപ്പോ അല്ലാഹു ചെയ്തിട്ടുണ്ടോ റസൂൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചോദിക്കുന്നവർക്ക് രണ്ട് തെളിവ് കൂടി പറയാം. നടക്കട്ടെ, എന്തായാലും പറഞ്ഞല്ലോ. അല്ലാഹു ആദ്യം തന്നെ പറഞ്ഞൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ്? അല്ലാഹു ഈ ലോകത്തേക്ക് സത്യവിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം. നിങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു പറയണമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ തന്നെ തെളിവായി. എന്നിട്ട് അല്ലാഹു ഊതിയിട്ടുണ്ടല്ലോ. അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോക ജനതയ്ക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് തങ്ങളെ നിയോഗിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ നബിതങ്ങളെ മദഹ് ചെയ്തത്. നബിക്ക് എന്തെങ്കിലും ഒരു വിഷമം നേരിടുമ്പോൾ ആദ്യം ഖുർആനിക വചനവുമായിട്ട് ഇറങ്ങും അല്ലാഹു. ഒരിക്കൽ തമീമ ഗോത്രത്തിലേക്കുള്ള ഒരു തലവനെ അന്വേഷിച്ചുകൊണ്ട് സ്വഹാബത്തിൽ പ്രമുഖരാകുന്ന സ്വഹാബത്തിൽ വിളിച്ചുകൊണ്ട് നബി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം നടക്കാം. അപ്പൊ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തമീമ ഗോത്രത്തിലേക്കാണെങ്കിൽ നല്ലത് കഅക്കാ ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയുടെ പേര് നിർദ്ദേശിച്ചു. കഅക്കാ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അത്ര കൊള്ളത്തില്ല, അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും നല്ലത് അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു മറ്റൊരു സ്വഹാബിയുടെ പേര് നിർദ്ദേശിച്ചു. അവരിങ്ങനെ ചർച്ചയായി, ചെറിയ സംസാരമായി, ചെറിയ നിലയ്ക്ക് ശബ്ദമൊന്നും ഉയർന്നു നബി തങ്ങളുടെ മുന്നിൽ. അല്ലാഹുവേ, ഉടനെ തന്നെ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമം നേരിടുമ്പോൾ സാന്ത്വനത്തിന്റെ കരസ്പർശവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ വചനം ഇറക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. അല്ലയോ സത്യവിശ്വാസികളെ,
അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഒരല്പം പോലും ശബ്ദം നിങ്ങൾ ഉയർത്തരുതേ. അങ്ങനെ നിങ്ങൾ അന്യോന്യം സംസാരിക്കുന്നതോടെ റസൂലുള്ളാഹിന്റെ മുന്നിൽ ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള സർവ്വ നന്മകളും അല്ലാഹു ഇല്ലാതാക്കുമേ. അത് പൊളിഞ്ഞു പോകാൻ ഹേതുവാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അത് അബൂബക്കറാകട്ടെ, ഉമറാകട്ടെ, ഉസ്മാനാകട്ടെ, റസൂലുള്ളാഹിന്റെ സഹചാരിയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മകളും പൊളിഞ്ഞു പോകാൻ ഹേതുവാണ്. എന്റെ പ്രവാചകനാകുന്ന മുഹമ്മദിന്റെ മുന്നിലൂടെ ഒരൽപ്പം ശബ്ദമുയർത്തി സംസാരിച്ചാൽ വിശുദ്ധമായ ഖുർആൻ